ക്ലൈമാക്സുകളും ട്വിസ്റ്റുകളുമായി സങ്കീർണമായി താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് വഴിമാറുകയാണ്. പതിവിന് വിപരീതമായി ആരോപണ പ്രത്യാരോപണങ്ങളുമായി താരങ്ങൾ നിരന്തരം മാധ്യമങ്ങളുടെ നേർക്കുനേർ പോരടിക്കുകയാണ്. ഒടുവിൽ പുറത്തുവന്ന മെമ്മറി കാർഡ് വിവാദം ആളിക്കത്തിയതോടെ തെരഞ്ഞെടുപ്പിനപ്പുറം വിഷയത്തിന് ഗൗരവമുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കുക്കു പരമേശ്വരനെതിരെ നടിമാർ ഉയർത്തിയ ആരോപണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിയമപ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പും കോടതി കയറും എന്ന അവസ്ഥയിലാണ്. മലയാള സിനിമാ മേഖലയിലെ അധികാര വടംവലി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ? ആദ്യം RDX റാപ്പിലേക്ക്. 3 പതിറ്റാണ്ട് മുൻപ് രൂപീകരിച്ച താരസംഘടന അമ്മയിൽ ചരിത്രത്തിലെ തീപാറും പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. മുൻപെങ്ങും കാണാത്ത വിധമുള്ള വീറും വാശിയോടെയുമാണ് താരങ്ങൾ പോരടിക്കുന്നത്. സംഘടനയുടെ ആകെയുള്ള 506 അംഗങ്ങളിൽ 110 പേർ നാമനിർദ്ദേശ പത്രിക വാങ്ങിയെങ്കിലും ജഗദീഷും ബാബുരാജും നവ്യ നായരും അടക്കമുള്ളവർ പിന്മാറി. 22 പേരാണ് മത്സര രംഗത്തുള്ളത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരം കടുത്തതോടെ താരങ്ങളുടെ വീഴ്പ്പലക്കലും ചേരിപ്പോരുമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സങ്കീർണമാക്കുന്നത്. സാമ്പത്തിക ആരോപണങ്ങളും സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയും മുതൽ മെമ്മറി കാർഡ് വിവാദം വരെയായി താരസംഘടന തിളച്ചുമറിയുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണവുമായാണ് നടിമാരായ പൊന്നമ്മ ബാബു, ഉഷ ഹസീന എന്നിവർ രംഗത്തുള്ളത്. നടിമാരെ വിളിച്ചുകൂട്ടി ദുരനുഭവങ്ങൾ പറയിച്ച് ഷൂട്ട് ചെയ്ത ശേഷം മെമ്മറി കാർഡ് മുക്കിയെന്നാണ് ആരോപണം. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരിൽ ഒരാൾ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും ഇതാദ്യമായാണ്. ഈ മാസം 15-നാണ് തെരഞ്ഞെടുപ്പ്. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദാംശങ്ങൾ പരിശോധിക്കാം. മെമ്മറി കാർഡ് എവിടെ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കുക്കു പരമേശ്വരനെതിരെയാണ് ഇപ്പോൾ ആരോപണവുമായി പൊന്നമ്മ ബാബു, ഉഷ അടക്കമുള്ള ആളുകൾ വന്നിട്ടുള്ളത്. കൊച്ചിയിലെ ഹോട്ടലിൽ നടിമാരെ വിളിച്ചുകൂട്ടി അവർ നേരിട്ട ദുരനുഭവം പറയിച്ച് ഷൂട്ട് ചെയ്തു എന്നതാണ് ആരോപണം. ഹേമ കമ്മിറ്റിയിൽ മെമ്മറി കാർഡ് ഹാജരാക്കിയില്ല, മിണ്ടരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഹാർഡ് ഡിസ്ക് കാണാനില്ല എന്ന് പറഞ്ഞ് കുക്കുവിന് ഒഴിയാനാകില്ല എന്നാണ് ഈ നടിമാർ പറയുന്നത്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിലുള്ള ബാബുരാജിനെതിരെ ചില താരങ്ങൾ രംഗത്ത് വന്നു. ഇപ്പോൾ ചികിത്സാ സഹായത്തിന് മോഹൻലാൽ നൽകിയ തുക ബാബുരാജ് തട്ടിച്ചെന്നാണ് സരിത എസ് നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിവാദങ്ങൾക്കിടെ ബാബുരാജ്, ജഗദീഷ്, നവ്യ നായർ എന്നിവർ മത്സരരംഗത്ത് നിന്ന് മാറി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് അൻസിബയുടെ പരാതി ഇതിനകം തന്നെ രേഖാമൂലം വന്നിട്ടുണ്ട്. വനിതാ പ്രസിഡന്റ് എത്തുമോ എന്നാണ് ചോദ്യം. താരസംഘടനയുടെ ചരിത്രത്തിലെ തീപാറും തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ശ്വേതാ മേനോനും ദേവനുമാണ്. താരസംഘടനയായ അമ്മയിലുള്ളത് 506 അംഗങ്ങളാണ്. 257 നടന്മാരും 248 നടിമാരുമാണ്. ആകെയുള്ളത് 107 അംഗങ്ങൾക്ക് പ്രതിമാസം 5000 രൂപ വീതം കൈനീട്ടം നൽകുന്നുണ്ട് ഈ സംഘടന. കൈനീട്ടം വാങ്ങുന്ന 107 പേർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതിയില്ല. ബാക്കി എല്ലാവർക്കും മത്സരിക്കാം. 94-ൽ അമ്മ രൂപീകരിച്ചത് ചാരിറ്റബിൾ ആക്ട് പ്രകാരം. MG സോമനായിരുന്നു ആദ്യ പ്രസിഡന്റ്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന് പേരിട്ടത് മുരളിയാണ് എന്ന് നടൻ മുരളിയായിരുന്നു. അംഗത്വ ഫീസ് 2 ലക്ഷം രൂപ. അപേക്ഷ നൽകിയാൽ എക്സിക്യൂട്ടീവ് അംഗീകരിക്കണം എന്ന പ്രോസസ്സുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലും വിവാദമുണ്ടായിട്ടുണ്ട്. ഇന്ന് മറ്റൊരു മേഖലയിലെ പ്രശ്നം ഇതായിരുന്നു. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്കുള്ള സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. സാന്ദ്ര തോമസിന് എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കാമെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ പക്ഷപാതം കാണിച്ചെന്ന് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു. ഇതാണ് നമ്മുടെ മുമ്പുള്ള സിനിമാ മേഖലയിൽ ആകെ പ്രശ്നങ്ങളാണ്. വിളിച്ചപ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ടായി. ഇവിടെ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, കൗതുകകരമായ കാര്യം, ഇപ്പോൾ സാന്ദ്ര തോമസിൻ്റെ കാര്യം കൂടെ വരുമ്പോഴാണ്. ഇപ്പോൾ ഈ നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ആരെങ്കിലും തുടർച്ചയായി ഇവിടെ സിനിമ എടുക്കുന്നത് നമ്മൾ സനീഷ് കാണാറുണ്ടോ? അല്ല, ഇവരല്ല ഞാൻ പറഞ്ഞത്. ഈ സംഘടന എന്ന് പറയുന്ന സെറ്റപ്പിലെ പ്രധാന പേരുകാരൊക്കെ സിനിമ എടുത്ത കാലമൊക്കെ പണ്ടെങ്ങാണ്ടായിരുന്നു. അദ്ദേഹം പ്രൊഡ്യൂസറാണ് അത്ര. പണ്ടെപ്പോഴോ ഒരു സിനിമ എങ്ങാണ്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ സിനിമ പ്രൊഡ്യൂസറായിരിക്കും. പേരുകളുണ്ടാവും. സിനിമാ ചർച്ചകളിൽ അതുപോലെ കുറേ ആളുകൾ അങ്ങനെ അവരാണ് ആ സംഘടനയുമായി ബന്ധപ്പെട്ട്. അത് വളരെ പ്രധാനപ്പെട്ട മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇത്രയും കോടികളുടെ ഒരു ഇൻഡസ്ട്രി അല്ലേ. പക്ഷേ ആ ഇൻഡസ്ട്രിയെ ഡ്രൈവ് ചെയ്യുന്ന സംഘടനാ ചുമതലകളിലുള്ളവർ പലപ്പോഴും ഈ രീതിയിലാണ് എന്നുള്ളതാണ് കൗതുകം. ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫെഫ്കയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ സംവിധായകർ അതിന് പുറത്തുണ്ട്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ പലപ്പോഴും ഈ സംഘടനകളൊക്കെ പറയാറില്ലേ, ഇപ്പോൾ ജാതി സംഘടനകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ആ സംഘടനാ നേതാക്കന്മാർ വലിയ കരുത്തായിട്ട് കാര്യങ്ങളൊക്കെ പറയും.
പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിലൊന്നും പെടാത്ത ആളുകൾ അതിന് പുറത്ത് ധാരാളം പേരുണ്ട്. അത് തന്നെയാണ് ഈ സംഘടനകളുടെയൊക്കെ അവസ്ഥ. ഇത്തവണ ഏതായാലും അമ്മയുടെ അവസ്ഥയും അതുപോലെ ആകുമെന്നുള്ളതാണ് നമ്മുടെ സംശയം. കാരണം പ്രമുഖരായ നടീനടന്മാരൊക്കെയാണ് അമ്മയെ നയിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല അത് ഈ ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു നിർത്തുന്നതിൽ അമ്മ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ബാക്കി ഈ മറ്റ് സിനിമാ സംഘടനകൾക്കെല്ലാം അവരുടെ ഒരു സംവിധാനം ഓടിച്ചു കൊണ്ടുപോകണമെങ്കിൽ അമ്മ അവിടെ വേണമായിരുന്നു. മാത്രമല്ല അവരുടെ താര സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവർക്കൊക്കെ ഈ ഫണ്ട് സ്വരൂപീകരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാൻ അമ്മ തന്നെ വേണം. അത് ശതമാനക്കണക്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെയാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ആ കാര്യത്തിലൊക്കെ ആകെ പ്രതിസന്ധിയിലാവുന്ന തരത്തിലാണ് ഈ അമ്മയുടെ ഇപ്പോഴത്തെ പോക്ക്. കാരണം ഒന്ന് മോഹൻലാൽ രാജിവെക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന്, ഇന്നസെൻ്റ് മരിച്ചതിന് ശേഷം മൊത്തത്തിൽ കാര്യങ്ങൾ വേറൊരു തരത്തിൽ മാറി മറിയുന്നു. ദിലീപിൻ്റെ കേസ് വന്നതിന് ശേഷം തന്നെ ഈ അമ്മ സംഘടനയ്ക്ക് ഒന്നിനു പിറകെ ഒന്നായി പലതരത്തിലുള്ള കുഴപ്പങ്ങളും നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴൊക്കെ സാമ്പത്തികമായി പക്ഷേ അത് പിടിച്ചു നിന്നു. അന്നേരം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അന്നേരം ഇത് GST അടയ്ക്കുന്നില്ലായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് ഈ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴാണ്. GST തുടർച്ചയായി GST അടയ്ക്കാതെ ദീർഘകാലം GST അടയ്ക്കാതെയാണ് ഈ സംഘടന മുന്നോട്ട് പോയത്. അതായത് ഇതിപ്പം വരുന്ന ആളുകൾ ഇവിടെ കരുതൽ ധനമെല്ലാം എടുത്ത് അത് അടയ്ക്കേണ്ട സ്ഥിതിയുണ്ട്. എന്തായാലും ഈ ഇപ്പോൾ ഭരണത്തിൽ വരുന്നവർ അതെടുത്ത് അടയ്ക്കേണ്ടി വരും. ഇതിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. മാത്രമല്ല ഇന്നിപ്പം നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണവും ഇതൊന്നുമല്ല. അത് ഒരു മെമ്മറി കാർഡാണ്. ഈ മെമ്മറി കാർഡ് എന്നത് ഒരു നിസ്സാരമായി തള്ളിക്കളയേണ്ട വിഷയമല്ല. ആ ഉയർന്നിരിക്കുന്ന ആരോപണം എന്നത് കാരണം ഈ സിനിമാ മേഖലയിലെ ഈ പ്രതിസന്ധികളും ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ ചർച്ച ചെയ്ത കോൺക്ലേവും ഒക്കെ നടക്കുന്നതിന് കാരണമായ ഒരു വലിയ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, നടി ആക്രമിക്കപ്പെട്ടത്. അതിനുശേഷം WCC ഉണ്ടാകുമ്പോൾ അതിന് ബദലായി ഇപ്പോൾ WCC എന്ന നിലയ്ക്ക് ഇങ്ങനെ വേറിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം എന്ന് പ്രഖ്യാപിച്ചിട്ടാണത്രേ ഈ നടിമാരെ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പറയിപ്പിച്ചത്. അതായത് അവർ പലരും വന്ന് പറയുന്നു, 10-13 പേര് വന്ന് സംസാരിക്കുന്നു, അവർക്ക് നേരിട്ട പ്രശ്നങ്ങൾ പറയുന്നു. അത് മുഴുവൻ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് ആരോപണം. റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സംഗതിയുണ്ട്. അവർക്ക് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളുടെ ഒരു ഫലം അങ്ങനെ ആ നിലയ്ക്ക് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഇത് പരിഹരിക്കാനെന്ന്. പക്ഷേ സ്വാഭാവികമായും അമ്മയുടെ പരിപാടി ആയതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതിനകത്ത് ഒരു ആത്മാർത്ഥതയുടെ തല എത്രത്തോളം ഉണ്ടെന്നൊക്കെയുള്ളത് നമ്മൾ സംശയിക്കണം. കാരണം അങ്ങനെ ഒരു പിന്തുണ ഇല്ല എന്നുള്ള സാഹചര്യത്തിലാണല്ലോ WCC മാറി നിൽക്കുന്നതൊക്കെ, അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ സംഘടന എന്ന നിലയ്ക്ക് ഇത്രയും ആളുകളുടെ തിക്താനുഭവങ്ങളെല്ലാം അവർ തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് അത് ഒളിപ്പിച്ചിരിക്കുന്നു. അതിതുവരെയും അതല്ലെങ്കിൽ അത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന സംശയം അതിൽ ഉൾപ്പെട്ടവർക്ക് പോലും ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരവതരമാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ കുക്കു പരമേശ്വരനോ ഇതിപ്പം പരസ്പരം നിന്ന് വഴക്കിടുകയാണല്ലോ. കുക്കു പരമേശ്വരനെതിരായിട്ട് വെറുതെ ഒരു ആരോപണം വരുന്നതാണോ എന്ന് സംശയിച്ചാലോ? അല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ആരോട് ചെന്ന് ചോദിക്കും? KPSC ലളിതയുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. KPSC ലളിത അന്തരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാരും നിഷേധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അവിടെ ഇത്രയും ആളുകൾക്ക് പ്രശ്നം നേരിട്ടിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത് പക്ഷേ ആ ഡാറ്റ പക്ഷേ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട പ്രൈവസി വയലേഷനൊക്കെ വലുതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു വിഷയം കൂടി, പ്രത്യേകിച്ച് ഇപ്പോൾ കുക്കു പരമേശ്വരൻ മത്സര രംഗത്ത് ഉള്ളപ്പോൾ ഇപ്പം നമുക്ക് ഓർമ്മയുള്ള കുക്കു പരമേശ്വരൻ എന്ന് പറയുന്നത് സനീഷ് ഓർമ്മയാണ്. ഈ അമ്മയുടെ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ കൂവാൻ വളരെ സജീവമായിട്ട് അതൊക്കെ ഇപ്പം ചർച്ചയായി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആ സംഘടനയുടെ രീതികളും പ്രത്യേകതകളും ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ, ഇത്തരം വലിയ കയോസ് ഇങ്ങനെ നടക്കുമ്പോൾ ഇതിനെ ഒന്ന് തടുക്കാനോ ചെറുക്കാനോ ഇതിനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ കൂട്ടിപ്പിടിക്കാനോ പ്രമുഖരാരുമില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ മുന്നിട്ടിറങ്ങി ഈ തർക്കവും അലമ്പും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുമായിരുന്നു. ഇതിനു മുമ്പ് അമ്മയുടെ ചരിത്രത്തിൽ ഇത്രയും വഷളായ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുമില്ല. അപ്പോൾ ഇത് മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലം കൊണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പുണ്ടാകുന്ന സിനിമകളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കിയാൽ എല്ലാം വലിയ വിജയമുണ്ടാക്കി തന്ന സിനിമകൾ, ഇന്ത്യ തന്നെ ശ്രദ്ധിച്ച സിനിമകൾ, പിന്നെ കേരളത്തിലെ താരങ്ങൾ ആ മട്ടിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ താരങ്ങൾക്കൊന്നും ഇതിൽ താല്പര്യമില്ല. അതിനപ്പുറത്ത് മറ്റാരൊക്കെയോ ഇവിടെ കിടന്നിട്ട് സംഘടന പിടിക്കാനുള്ള പണി നടത്തുന്നു എന്നുള്ള പ്രതീതിയാണ്. പക്ഷേ ഈ ആരോപണങ്ങളിൽ തീർച്ചയായും നടപടി ഉണ്ടാവണം. ഇതിനകത്ത് ഈ സിനിമാക്കാരോട് എനിക്കുള്ളൊരു എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ
ഇവർ വലിയ ഹീറോസ് ആണല്ലോ സിനിമക്കകത്ത്. പക്ഷേ ഒരു വലിയ സംഘടന മുന്നിലുണ്ടായിട്ട് 500 ആളുള്ളൊരു വലിയ സംഘടന, സമ്പത്തൊക്കെ ഉള്ളൊരു വലിയ സംഘടന ഉണ്ടായിട്ട് അതിനകത്ത് കുറേ പേർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു കാലത്ത് ഒരു ചെറുതല്ല വലിയ പ്രശ്നം വന്നപ്പോൾ പ്രശ്നത്തിന് മുമ്പ് അപ്പോൾ ഇട്ട് ഓടിക്കളിയാണ് ഇവരെല്ലാവരും. അങ്ങനെയല്ലോ ചെയ്യേണ്ടത്. പ്രശ്നം വരുമ്പോഴല്ലേ സംഘടന ആ ഒരു ശേഷി കാണിച്ചു കൊടുക്കേണ്ടത്. ഈ ഹീറോസ് എല്ലാം കൂടെ ഓടിക്കളയുക എന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എത്രയോ ആളുകൾക്ക് നിസ്സാരമായിട്ടുള്ള തുകയാണെങ്കിലും ആ കൈനീട്ടം ബുദ്ധിമുട്ട് അത് കിട്ടാതാവുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അവരൊരു കാലത്ത് സിനിമയുടെ പാർട്ടായിരുന്ന ആളുകളാണ്. അവർ ഈ പരിപാടിയിലേക്കൊക്കെ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലാണെങ്കിലും വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഈ ക്ലബ്ബിലൊരു വലിയ അംഗമാണല്ലോ എന്നുള്ളത്, ആ സന്തോഷം നിഷേധിക്കുക. അപ്പോൾ ഈ സംഘടനയെ നല്ല നിലക്ക് കൊണ്ടുപോകേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. സംഘടന നല്ല നിലക്കല്ല പോയിരുന്നെങ്കിൽ ആ നല്ല നിലക്കല്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്തം ഇവരിൽ നിക്ഷിപ്തമായിരുന്നു. ഇവർ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ പിൻവാങ്ങി നിൽക്കുന്നു, പുതിയ താരങ്ങളാണെങ്കിലും പിന്നോട്ട് നിൽക്കുകയാണ്. അത് ശരിയായില്ല എനിക്ക് തോന്നുന്നു. മാത്രം ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, അതിപ്പോൾ നമ്മൾ നേരത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ സജി നന്ദിയാട്ട് അടക്കമുള്ള ആൾ അതിനെ നയിക്കുകയാണ്. ഇപ്പോൾ ഫെഫ്ക നല്ല നിലക്ക് പോകുന്നൊരു സംഘടനയാണെന്നാണ് വിചാരിക്കുന്നത്. അത് ഈ സംഘടനയുടെ കാര്യങ്ങൾ ഇപ്പം ബി ഉണ്ണികൃഷ്ണനൊക്കെ ചേർന്ന് നന്നായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കണം. അതായത് ഈ ആക്റ്റീവായിട്ട് സിനിമാ നിർമ്മാണവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും അല്ലാത്ത ആളുകളൊക്കെ ഈ സംഘടനാ പരിപാടി നടത്താൻ കുറച്ച് സമയമൊക്കെ ഉള്ള ആളുകളെ മുന്നോട്ട് നിർത്തിയിട്ട് ഇവരിത് നല്ല നിലക്ക് കൊണ്ടുപോകണം. ഈ കോൺക്ലേവ് എന്നൊക്കെ വരുന്ന കാര്യങ്ങളെ കൂടെ സ്വാംശീകരിച്ചിട്ട് പുതിയ കാലത്തിനനുസരിച്ചിട്ട് ഈ സംഘടന നല്ല നിലക്ക് പോകണം എന്നാണ് നമ്മൾ പറയേണ്ടതെന്ന് തോന്നുന്നു. നമുക്കറിയില്ല എന്താ ഉണ്ടാവുമെന്ന്. പ്രതിഭകൾക്കും പ്രതിഭാശാലികൾക്കും മലയാള സിനിമയിൽ പഞ്ഞമില്ല. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാളത്തിൻ്റെ തലപ്പൊക്കം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത കാലത്ത് കോടികളുടെ പണക്കിലുക്കവുമായി വാണിജ്യരംഗത്തും മലയാള ചലച്ചിത്രങ്ങൾ പുതുവഴികൾ താണ്ടി. എന്നാൽ ചില വിവാദങ്ങൾ മേഖലയിൽ കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. താരസംഘടനയ്ക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ സർവ്വസീമകളും ലംഘിക്കുമോ എന്നാണ് ഇപ്പോഴുയരുന്ന ആശങ്ക. സാമ്പത്തിക തട്ടിപ്പ് തൊട്ട് മെമ്മറി കാർഡ് പൂഴ്ത്തൽ വരെയാണ് ചർച്ചാ വിഷയം. വെള്ളിത്തിരയിലെ മിന്നും താരങ്ങൾ ചെളിവാരിയെറിയുന്നത് കണ്ട് ഒന്നും മിണ്ടാതിരിക്കേണ്ട ഗതികേടിലാണ് ചലച്ചിത്ര ആസ്വാദകർ. മോഹൻലാൽ, മമ്മൂട്ടി പോലുള്ള മുതിർന്ന താരങ്ങൾ ഈ വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയുമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പുതിയ ഭാരവാഹികൾ സംഘടനയെ നന്നായി നയിക്കാനാണ്. എന്നാൽ ഇപ്പോഴത്തെ വിവാദങ്ങൾ കാണുമ്പോൾ സംഘടന പിളരുമോ എന്ന് പോലും തോന്നിപ്പോകും. നിർമ്മാതാക്കളുടെ സംഘടനയിലും കാര്യങ്ങൾ അത്ര വെടിപ്പല്ല എന്ന സൂചനകളും ഇന്ന് പുറത്തു വന്നു. എല്ലാം കലങ്ങി തെളിയുമെന്നാണ് ആ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. ചില സിനിമകളിലെ എൻ ടൈറ്റിൽ പോലെ ശുഭം എന്ന് കാണാമെന്നാണ് RDX പ്രത്യാശിക്കുന്നത്. അടുത്ത വിഷയത്തിലേക്ക് ഇടവേളയിലേക്ക്.